എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ XU എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് കമ്പനിയിലെ ഗോഡൌണിലേക്ക് ഒരാൾ കയറുന്നതും സെക്യൂരിറ്റിയെ അടിച്ചിടുന്നതും ഇയാളുടെ ഫേസ് കണ്ടിട്ട് സെക്യൂരിറ്റി ഞെട്ടുന്നതുമാണ്. പേടിക്കേണ്ട, ഇതൊന്നും സീരീസിലുള്ളതല്ല. കാരണം ഇത് സെങ്സു എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസി XU ബ്യൂട്ടി എന്ന് പറയുന്ന കൊറിയയിലെ തന്നെ ബെസ്റ്റ് കോസ്മെറ്റിക് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ ഒരു ആഡാണ് ഇവിടെ ഇരിക്കുന്ന സെങ്സുവിലെ തന്നെ ഒരു ടീം ലീഡറായ മിസ്റ്റർ നാം XU ബ്യൂട്ടിയിലെ സിഇഒക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ സിഇഒ ആണെങ്കിൽ, അല്ല നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് നയോന വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ നാം ആണെങ്കിൽ അവൾ ഇനി എന്തായാലും ഇന്ന് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായിക, അവളുടെ പേര് കങ് നയോൺ എന്നാണ്, നമുക്ക് നയോന എന്ന് വിളിക്കാം. അവളുടെ സെക്രട്ടറി ആയ യൂമിയും ഒരു ട്രാഫിക് ജാമിൽ പെട്ടുകിടക്കുന്നതും നേരത്തെ മിസ്റ്റർ നാമിനെ കാണിച്ചില്ലേ, ആളെ പോലെ തന്നെ സെങ്സു എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്പനിയിലെ മറ്റൊരു ടീം ലീഡറാണ് നമ്മുടെ നായിക. രണ്ടുപേരും XU കോസ്മെറ്റിക്കിന്റെ പുതിയ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് സിഇഒനെ മീറ്റ് ചെയ്യാനിരുന്നതും. എന്നാൽ മിസ്റ്റർ നാം ആണെങ്കിൽ നയോന സിഇഒനെ കാണാതിരിക്കാൻ വേണ്ടി ആ മീറ്റിംഗിന്റെ ടൈം പെട്ടെന്ന് മാറ്റുന്നുണ്ട്. മീറ്റിംഗ് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ജാമിൽ പെട്ടുകിടക്കുന്ന യൂമി ആണെങ്കിൽ അയാൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അയാൾ മീറ്റിംഗിന്റെ ടൈം മാറ്റിയത്, നമുക്ക് അവിടെ നേരത്തെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നതും നമ്മുടെ നായികയാണെങ്കിൽ വളരെ കൂളായി ടാക്സി ഡ്രൈവറോട് 5 മിനിറ്റിനുള്ള ഓഫീസിൽ എത്തിച്ച $100 തരാമെന്ന് പറയുകയാണ്. ഈ തിരക്കിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ എത്തിക്കുക എന്ന് അയാൾ ചോദിക്കുമ്പോൾ പിന്നീട് 200, 300 എന്ന് പറഞ്ഞ് അവസാനം $400 എന്ന് പറയുന്ന സമയത്ത് അതുവരെ കിട്ടാത്ത വഴി ഡ്രൈവർ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഫാസ്റ്റ് ആയിട്ട് ഇവളെ 4 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തിക്കുന്നുണ്ട്. പറഞ്ഞതിലും 1 മിനിറ്റ് നേരത്തെ എത്തിച്ചത് കൊണ്ട് തന്നെ അവൾ $500 അയാൾക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ആരെയോ ഫോൺ വിളിച്ച് 3 മിനിറ്റിന്റെ ഉള്ളിൽ ഈ കഫേയിൽ എത്തണം എന്ന് പറയുമ്പോൾ ഞാനൊരു ബെഡ്റൂം സീൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തൊട്ടപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അതൊന്നും എനിക്ക് അറിയേണ്ട, 3 മിനിറ്റിന്റെ ഉള്ളിൽ എത്തണമെന്ന് പറയുന്നതും പിന്നീട് ഈ സിഇഒ മീറ്റ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ നാം ആണെങ്കിൽ നന്നായി ലേറ്റ് ആയല്ലോ എന്ന് ചോദിക്കുമ്പോൾ സിഇഒ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന ടൈം കഴിയാറായി, ഇനി വെറും 3 മിനിറ്റേ ഉള്ളൂ. ആ 3 മിനിറ്റിന്റെ ഉള്ളിൽ മിസ്റ്റർ നാമിന്റെ പ്രൊജക്ട് അല്ലാതെ തന്റെ പ്രൊജക്ട് എടുക്കാൻ എന്ത് കാര്യം വേണമെങ്കിലും കൺവിൻസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒരു സിനിമയിലെ നായകനെ കാണിച്ചു കൊടുത്ത്, ഇവനറിയാലോ ഇവൻ അത്യാവശ്യം ഫേമസാ, ചെറിയ ചെറിയ പെറ്റി കേസുകളും ചൂതാട്ടം കളിച്ചിട്ട് ട്രാഫിക് ലൈൻസ് തെറ്റിച്ചിട്ട് അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ എന്നിട്ടും ഇവൻ മൂവീസിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബെസ്റ്റ് നാഷണൽ അവാർഡ് വരെ ഇവന് കിട്ടി. അത് മാത്രമല്ല പരസ്യ മേഖലയിൽ ശ്രദ്ധിച്ച ഇവനാണ് ബെസ്റ്റ് എന്നിവൾ പറയുമ്പോഴേക്കും 3 മിനിറ്റ് കഴിഞ്ഞു എന്ന് സിഇഒ പറയുകയാണ്. ഇവളാണെങ്കിൽ ഇവനങ്ങനെ ബെസ്റ്റ് ആക്കിയത് ആരാണെന്നറിയോ, എൻ്റെ ഒരൊറ്റ പേഴ്സണൽ കഴിവ് കൊണ്ടാണെന്ന് പറയുന്നതും സിഇഒ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവന് വേണ്ടി നല്ല മൂവീസ് സെലക്ട് ചെയ്ത് കൊടുത്തും നല്ല ആഡ്സ് സെലക്ട് ചെയ്ത് കൊടുത്തും ആൾക്കാർക്ക് ഇവനോടുള്ള ദേഷ്യം കുറച്ചത് എൻ്റെ ഈ ഒരൊറ്റ കഴിവ് കൊണ്ടാണെന്ന് നമ്മുടെ നായിക പറയുന്നത് കേട്ട് ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കുമെന്ന് സിഇഒ ചോദിക്കുന്നതും അവിടെ നമ്മുടെ ഈ നായകൻ എത്തുന്നുണ്ട്. അതായത് ഇവള് നേരത്തെ ഫോൺ വിളിച്ച് എത്താൻ പറഞ്ഞത് ഇയാളോടായിരുന്നു. ഷൂട്ടിങ്ങിലായതുകൊണ്ട് തന്നെ ആ ഡ്രസ്സിലാണ് ആളങ്ങോട്ട് എത്തുന്നത്. കണ്ടില്ലേ, ഞാൻ വിളിച്ചപ്പോഴേക്കും വെറും 3 മിനിറ്റ് കൊണ്ട് ഇവനിവിടെ എത്തിയെന്ന് പറയുമ്പോൾ സിഇഒ അങ്ങ് ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ശരി, നമുക്കൊന്ന് നടന്ന് സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ നമ്മൾ നടന്ന് സംസാരിക്കുന്നത് പബ്ലിക് കണ്ട മോശമാവത്തില്ലേ, അതൊരു ന്യൂസ് ആവില്ലേ എന്ന് ചോദിക്കുന്ന ഇവളോട്. അങ്ങനെ ന്യൂസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ബ്രാൻഡിന് അത്രയും പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്നാണ് സിഇഒ പറയുന്നത്. നാമാണെങ്കിലോ സാർ നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ താൻ തന്നെ അങ്ങ് സംസാരിച്ചാൽ മതി എന്ന് ഇവനോട് പറയുന്നുണ്ട്. ഇവരെ പ്രൊജക്ടിനെ പറ്റി സംസാരിക്കുന്നതും XU കോസ്മെറ്റിക്സിന്റെ തന്നെ ഒരു പുതിയ സ്റ്റോർ, അവിടെ കുറെ കാലമായിട്ടുള്ള ഒരു പഴയ ഷൂ കമ്പനി ഒഴിപ്പിച്ച് ആ സ്പോട്ടിലാണ് വരുന്നതെന്ന് പറയുന്നതും അവിടെ ഒരുപാട് ബാനേഴ്സ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഷൂ കമ്പനിയിലെ ആൾക്കാരെ അവിടെ നിന്ന് ഇറങ്ങില്ല, കോസ്മെറ്റിക്സുകാർ ഇങ്ങോട്ട് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സ്പോട്ടിൽ ഇത് തുടങ്ങാൻ കുറച്ച് പ്രശ്നമാണല്ലേ എന്ന് സിഇഒ ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം, സിമ്പിൾ അല്ലേ, ഇനിയിപ്പോൾ ഇത് മീഡിയ അറിഞ്ഞ് വലിയ പ്രശ്നമാവുകയാണെങ്കിൽ തന്നെ അതും ഒരു പബ്ലിസിറ്റി അല്ലേ എന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് സക്സസ് ആയതുകൊണ്ട് തന്നെ ഇവളുടെ സെക്രട്ടറി ആയ യൂമി അത് ഇവരുടെ ഒഫീഷ്യൽ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോസ്റ്റ് അപ്പൊ തന്നെ അവിടെ സ്പ്രെഡ് ആകുന്നതും എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവര് നായികയെ പറ്റി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കൊറിയയിലെ തന്നെ ബെസ്റ്റ് ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ലേ XU ബ്യൂട്ടി, അതിന്റെ പ്രൊജക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരാണോ? എന്തായാലും നയോന മാഡത്തിന് സമ്മതിക്കണം, ഈ ഒരു പ്രൊജക്റ്റിലൂടെ നയോന മാഡം ഒരുപാട് പൈസ കമ്പനിയിൽ എത്തിക്കും. നയോന മാഡത്തിന്റെ പുതിയ ബുക്ക് കണ്ടില്ലേ, ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ എന്ന് പറയുന്നതും അതുപോലെ യൂട്യൂബിൽ ആളുടെ പുതിയ ഇന്റർവ്യൂ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ മൊത്തം ഇവളെ പറ്റിയായിരിക്കും ചർച്ചാ വിഷയം. എക്സിക്യൂട്ടീവ് ടീമിലേക്ക് മാഡത്തിനെ അടുത്ത പ്രാവശ്യം സെലക്ട് ചെയ്യാനിരിക്കുന്നുണ്ടെന്ന് ഒരാൾ പറയുന്നതും ഇത്രയും സൂപ്പറായ മാഡത്തിന് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടായിരിക്കുമോ എന്നൊരു പെൺകുട്ടി ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടെൻഷനുണ്ട്, ആൾക്ക് ഒരുപാട് എനിമീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര ടെൻഷനാണെന്ന് യൂമി പറയുന്നതും പിന്നീട് ഇവളെ പറ്റി ഓൺലൈനിൽ വരുന്ന ഗോസിപ്പുകളാണ് കാണിക്കുന്നത്. ഇവള് ഭയങ്കര അഹങ്കാരിയാണ്, ഇവളുടെ ദേഷ്യം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ തോന്നും. XU ബ്യൂട്ടിയിലെ സിഇഒ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോഴിയാ, ഇവളുടെ കഴിവ് ഉപയോഗിച്ച് മയക്കി എടുത്തിട്ടായിരിക്കും ഈ പ്രൊജക്ട് ഒപ്പിച്ചത്. അല്ല, കമ്പനിയിൽ തന്നെ ഒരു ചെക്കനായിട്ട് ഇവൾക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാഡ് മെസ്സേജസ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായിക വർക്ക് ചെയ്യുന്നതും അവിടേക്ക് കമ്പനിയുടെ മുന്നത്തെ സിഇഒ ആയ ലേഡി വരുന്നുണ്ട്. പുതിയ പ്രൊജക്ടിനെ പറ്റി അറിഞ്ഞതുകൊണ്ട് തന്നെ XU കോസ്മെറ്റിക്സ് അത്ര നല്ല കമ്പനിയൊന്നല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ എന്തോ ഒരു പ്രൊഡക്റ്റ് ആനിമൽസിൽ
ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര വിവാദമായിരുന്നു. ഈ പ്രൊജക്ട് നമുക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നതും യൂമി ആണെങ്കിൽ ഇതൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. സംഭവം എല്ലാം സത്യമായിരിക്കും. ഇതെങ്ങാനും ഏറ്റെടുത്ത് നിന്റെ കരിയറിന് വല്ല പ്രോബ്ലം വരുമോ എന്ന് പറഞ്ഞ് യൂമി ടെൻഷൻ അടിക്കുമ്പോൾ നീ നിന്റെ കാര്യം മര്യാദയ്ക്ക് നോക്കെന്നാണ് ഇവള് പറയുന്നത്. ഈ മാഡ് ആണെങ്കിലോ അവർ പുതുതായിട്ട് സ്റ്റോർ തുടങ്ങാൻ പോകുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഷൂ ഉണ്ടാക്കുന്ന കമ്പനി ഒഴിപ്പിച്ചിട്ടാണ്. ആ കമ്പനി അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് കേട്ട് അതൊന്നും കുഴപ്പമില്ല മാഡം, എന്തെങ്കിലും നല്ലതൊന്നും നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് ഇവള് പറയുന്നതും പിന്നീട് ആ കമ്പനിയിലേക്ക് സെങ്സുവിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കമ്പനിയിലെ ആൾക്കാരാണെങ്കിലോ ഇവിടെ വേറൊരു സ്റ്റോർ വേണ്ട, ഈ ഹാൻഡ് മെയ്ഡ് ഷൂ കമ്പനി തന്നെ മതി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുന്ന സമയത്ത് ഈ സെങ്സു ടീം അവരുടെ ഒരു ഗ്യാങ്ങിലെ ആളേനെ തൊട്ടടുത്ത ടീമിൽ കാണുകയാണ്. അതായത് അത് മറ്റാരും ആയിരിക്കില്ല, നമ്മുടെ കഥയിലെ നായകനായിരിക്കും. അവന്റെ പേര് സോ യുൻഹോ എന്നാണ്, നമുക്ക് യുൻഹോ എന്ന് വിളിക്കാം. സെങ്സു എന്ന് വന്ന ആൾക്കാരാണെങ്കിൽ എടാ നീ എന്താ അവിടെ, നമ്മൾ ഇവിടെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ കമ്പനിയിലെ ആൾക്കാർ ഇവനൊന്ന് നോക്കുന്നുണ്ട്. നീ ആ ടീമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ജസ്റ്റ് ഒരു ട്രെയിനിയാന്ന് പറയുന്നതും ഇവന്റെ മേത്താണെങ്കിൽ പുതിയ സ്റ്റോർ വേണ്ട എന്നുള്ളൊരു ബാനറൊക്കെ ഒട്ടിച്ചത് കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ടീം തന്നെയാന്ന് പറഞ്ഞ് പുതിയ സ്റ്റോർ വേണ്ട എന്ന് പറഞ്ഞ് ജെയ്യൊക്കെ വിളിക്കുന്നുണ്ട്, അതായത് വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് എതിരെ. പിന്നീട് ഇവൻ ഓഫീസിൽ നിൽക്കുന്ന ടൈമിൽ ഇവന്റെ കൊളീഗ്സ് ആണെങ്കിൽ നീ കാരണം ഞങ്ങൾക്ക് കൂടി ചീത്ത കേൾക്കും, നമ്മൾ അവിടെ പോയത് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവരുടെ കൂടെ ചേർന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനല്ല എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ അപ്പൊ ഫ്രണ്ട്സിനോട് നിങ്ങളെ രണ്ടുപേരെയൊക്കെ സീനിയറാ ഞാൻ, അതിന്റെ കുറച്ച് റെസ്പെക്റ്റെങ്കിലും തരണം എന്ന് പറയുന്ന സമയത്താണ് അവിടേക്ക് ഒരു സാറ് വരുന്നതും നീ എന്ത് കണ്ടിട്ട് അവരുടെ കൂടെ കൂടിയത്, ഇങ്ങനെയാണെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ നിന്നെ ഇവിടെ ഹയർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ചൂടാകുന്നതും ഇവനാണെങ്കിൽ ഓഹോ അങ്ങനെയാണെങ്കിൽ നയോനെ വരട്ടെ ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇവൻ നായികയെ പറ്റിയാണ് പറയുന്നത്. നയോനെയോ മാഡം എന്ന് വിളിക്ക്, നീ വെറും ഒരു ഇന്റേൺ ആണെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ, പിന്നെ ഇപ്പോൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതും, പിന്നെ എന്നേക്കെ 2-3 വയസ്സിന് മൂപ്പുണ്ട് എന്ന് വിചാരിച്ച് മാഡം എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്ന ടൈമിലാണ് അവിടേക്ക് നമ്മുടെ നായിക എത്തുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ സംഭവം ആൾക്കാർ അവളെ സൈക്കോപാത്ത് എന്നും വിച്ച് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അവളെന്ന് പറയുന്ന ടൈമിലാണ് ഇവൻ ഇവളെ കാണുന്നത്. നയോനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പേരുണ്ടല്ലേ എന്ന് ചോദിക്കുന്നതും അതിനുശേഷം എന്റെ റൂമിലേക്ക് വരണം എന്ന് പറയുമ്പോൾ യുൻഹോയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ സ്പെഷ്യലായി വിളിച്ച ഇവരൊക്കെ എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് വരുന്നതും. എന്താ പുതിയ പ്രശ്നം എന്ന് ഇവള് ചോദിക്കുമ്പോൾ ആ ഷൂ കമ്പനി അത് കുറെ കാലമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് കമ്പനിയാണ്, എന്നാൽ അത് പൊളിച്ചിട്ടാണ് എക്സ്യുക്കാർ പുതിയത് പണിയാൻ നോക്കുന്നത്. എക്സ്യു കമ്പനി അത്ര നല്ലതൊന്നുമല്ല, ഞാൻ നന്നായി റിസർച്ച് ചെയ്തു, അവരവരുടെ ഐറ്റത്തിലൊന്നും ഒരു വീഗൻ പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ആനിമൽസിൽ ഇത് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര വിവാദമായതാന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറെ പേപ്പേഴ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇവളങ്ങ് ചൂടാവുകയാണ്. വെറും ഒരു ഇന്റേൺ ആയി നിന്നോട് ആരെ ഇത്രയ്ക്ക് റിസർച്ച് ചെയ്യാൻ പറഞ്ഞത്, നിന്നെ ഈ കമ്പനിയിലേക്ക് മുകളിൽ നിന്നുള്ള ആൾക്കാർ എന്ത് കണ്ടിട്ട് എടുത്തെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയുന്നത് പോലെ വർക്ക് ചെയ്യേണ്ടി വരും, അവിടെ ഈ എത്തിക്സ് ഒന്നും വില പോകില്ല എന്ന് പറയുന്നതും ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്തൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവന്റെ സീനിയർ ആയിരുന്നു നയോന ഇവർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ കൂടെ സംസാരിച്ച് ഒരു സെൽഫി ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ടൈമിൽ ഇവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തത്, നിനക്ക് പറ്റിയ ഫീൽഡേ അല്ല ഇതെന്ന്. അപ്പൊ അന്ന് അവൻ പറയുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്രയൊക്കെ ചെയ്തിരുന്നു, ആ ടൈമിൽ ഒരുപാട് ചെറുകിട വ്യവസായങ്ങളൊക്കെ കണ്ടു, ഈ വലിയ വലിയ വ്യവസായങ്ങൾ കാരണം ഇവർക്കൊന്നും അത്ര കച്ചവടം കിട്ടുന്നില്ല, എന്നാൽ ഇവരുടെ പ്രൊഡക്റ്റ് ആണെങ്കിലോ വളരെ നല്ലതായിരിക്കും, ഞാൻ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാലോ, എല്ലാ ക്ലയൻസിനെയും ഈക്വലി ട്രീറ്റ് ചെയ്ത് ആളുകൾക്ക് പറ്റിയ പ്രൊഡക്റ്റ് വേണം സെല് ചെയ്യാൻ എന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അങ്ങനെയെങ്കിൽ നിന്നെ എൻ്റെ കമ്പനിയിൽ നിന്ന് എടുക്കാനേ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ അതെന്താ ഇത്രയും ഗുഡ് ലുക്കിംഗ് ആയ ആൾക്കാരെയൊന്നും നിന്റെ കമ്പനിയിൽ എടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല, ഞങ്ങൾ ഓരോ ക്ലയൻസിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ ലാഭം നോക്കേണ്ടി വരുമെന്ന് ഇവൾ പറയുന്നത് കേട്ട് ഒരു പ്രൊഡക്റ്റ് അത് നമ്മൾ ജെന്യുവൻ ആയിട്ട് വേണം മാർക്കറ്റ് ചെയ്യാൻ, ആ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫിലോസഫി അടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് ഇവൾ ഇങ്ങനെ ചൂടായി നിൽക്കുന്നതും അതിനുശേഷം ഇവളുടെ നമ്പർ കൊടുത്തിട്ട് ഞാൻ വിളിക്കുന്ന ടൈമിൽ നീ അവിടെ എത്തണം എന്ന് പറയുകയാണ്. എന്തിനാ നമ്പർ എന്നൊക്കെ ഇവന് ചോദിക്കുന്ന ടൈമിൽ ഇവൾ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ കമ്പനിയിലെ മാർക്കറ്റിംഗ് ടീമിലെ ആൾക്കാരോട് യൂമിന്നുണ്ടായ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ്. നമ്മളിന്ന് ഫാക്ടറി ഒഴിപ്പിക്കാൻ പോയ സമയത്ത് ആ ട്രെയിനിയായ യൂൻഹോ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു, അവൻ നമ്മുടെ ടീമല്ലേ വേണ്ടത്, അവനിത് എന്ത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാർക്കറ്റിംഗ് ടീമിലെ മാനേജർ ആണെങ്കിൽ ആൾ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. യൂമി ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതല്ലേ, അവനെവിടെ എടുത്തത് മുതൽ തന്നെ ഈ ഒരു ഓഫീസിൽ മൊത്തം ഒരു ഗോസിപ്പ് നടക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയാണെന്ന്. ഇത് കേൾക്കുന്ന നയോനെയാണെങ്കിലോ പ്രേമോ എനിക്ക് അവന് ഇഷ്ടമല്ല എന്ന് പറയുന്നതും ആർട്ട് ടീം ലീഡർ ആണെങ്കിലോ എക്സ്യു കോസ്മെറ്റിക്സിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ ഐറ്റംസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നേരത്തെ യുൻഹോ പറഞ്ഞല്ലോ അവരവരുടെ പ്രൊഡക്റ്റിലൊന്നും ഒരു വീഗൺ ആയിട്ടുള്ള ഐറ്റംസും യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ, അതൊക്കെ ആലോചിക്കുന്ന നയോനെയാണെങ്കിൽ ഇതൊന്നും വേണ്ട, നമുക്ക് കുറച്ചുകൂടി നാച്ചുറലായി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് മെറ്റീരിയൽസ് ചെയ്യാമെന്ന് പറയുന്നതും ആർട്ടിലെ ടീം ലീഡർ ആണെങ്കിൽ ഇന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കില്ലേ എന്ന്
നയോനോട് പറയുമ്പോൾ ഞാനില്ല യൂമിയുടെ കൂടെ കഴിച്ചോളാൻ പറയുന്നതും എന്നാൽ ആൾക്കത് അത്ര ഇഷ്ടമാകുന്നില്ല, ഞാൻ ഇന്ന് ഡിന്നർ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആള് യൂമിയുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ യൂൻഹോ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവന്റെ കൊളീഗ്സ് ചോദിക്കുന്നുണ്ട്, നേരത്തെ നിങ്ങൾ എന്താ സംസാരിച്ച് സൗന്ദര്യപ്പിണക്കായിരുന്നു എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നതും ഈ ലേഡിയാണെങ്കിൽ എല്ലാരും പറയുന്നത് നയോന മാഡം ആളുടെ ദേഷ്യം തീർക്കുന്നത് ആണുങ്ങളോടാണെന്നാണ്. സംഭവം നിന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും നിന്റെ ഈ ഫാഷൻ സെൻസ് അത് തീരെ പോരാ, നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ലേഡിയാണെങ്കിൽ ഇങ്ങനെ നീ പെരുമാറുകയാണെങ്കിൽ മിക്കവാറും നീ അണ്ടർ ഡോഗ് ടീമിലേക്ക് പോകുമെന്ന് പറയുന്നത് കേട്ട് അതെന്ത് ടീമായി ഇവൻ ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ് വല്ലപ്പോഴും സെങ്സുവിന്റെ ട്രെയിനി സെക്ഷനിലൊക്കെ പങ്കെടുക്കണമെന്ന് പറയുന്ന ഫ്രണ്ട് അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കമ്പനിയുടെ നട്ടല് നയോന മേഡാണെന്ന് അറിയാലോ. ഫസ്റ്റത്തെ ടീം നയോന മേഡം നയിക്കുന്ന ആൾക്കാരാണ്, അത് ഡയമണ്ട് എന്ന് പറയും. രണ്ടാമത്തെ ടീം മിസ്റ്റർ നാമിന്റെയാണ്. ആ ടീമിലെ ആൾക്കാരാണെങ്കിൽ ഒരവസരം കിട്ടാൻ വേണ്ടി ഇരിക്കുക നയോന മേഡത്തെ അങ്ങ് അടിച്ചിടാൻ വേണ്ടിയിട്ട്. ആ ടീമിന്റെ പേര് പ്ലാറ്റിനം. പിന്നെ മൂന്നാമത്തെ ടീം അത് ആർട്ട് ടീമാ. ആ ടീം ഇവര് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ട് ടീമിൽ ലീഡർ ആയിട്ടുള്ള മിസ്റ്റർ ച നയോന മേഡായിട്ട് നല്ല കമ്പനിയാണെന്നും പറയുന്നുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു ടീം കൂടിയുണ്ട്. ഈ കമ്പനിയുടെ ഏറ്റവും താഴെ തട്ടില്, അതായത് ഈ കമ്പനിയുടെ ഏതെങ്കിലും ഒരു മൂലയിലെ സ്റ്റോറേജ് റൂമിൽ അവരെ കാണാം. അതാണ് അണ്ടർ ഡോഗ് ടീം എന്ന് പറയുന്നതും അതൊരു കോമഡി രൂപേണ അവിടെ കാണിക്കുന്നുണ്ട്. നയോന മാഡത്തിന് ആ ടീമിനെ പറ്റി ഒരു മതിപ്പുമില്ല. അതുകൊണ്ട് തന്നെ ആളെന്തെങ്കിലും പ്രൊജക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ വിരളായിട്ടായിരിക്കും. ഏതാണ്ട് അവരോട് ക്വിറ്റ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞ രീതിയിലാണ് ആളുടെ പെരുമാറ്റം എന്ന് പറയുന്നതും. യുൻഹോയ്ക്ക് നയോനയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഹോട്ടലിൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഈ മെസ്സേജ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെ പേടിച്ച് സ്റ്റക്കായി നിൽക്കുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്.